ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മാത്സ് ലാബ് സീരീസിൻ്റെ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാബ് 10-ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സർക്കിൾ ആൻഡ് പരാബോള എന്നുള്ള ഫസ്റ്റ് ഇയർ ലാബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല ലാബുകളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് ലാബുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാബ് 10 എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ലാബാണ്. അതിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് സർക്കിൾ തന്നിട്ടുണ്ട്. x² + y² + 6x - 4y - 3 = 0 എന്നുള്ള രീതിയിലുള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഇൻപുട്ട് ബാറിൽ കൊടുത്തിട്ട് സെൻറ്ററും റേഡിയസും കണ്ടെത്താനാണ്. നമുക്ക് നേരെ ചെയ്തു നോക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നേരെ ഇൻപുട്ട് ബോക്സിൽ വന്നിട്ട് x² + y². നിങ്ങൾ ഇൻപുട്ട് ബോക്സിൽ അടിക്കുമ്പോൾ എപ്പോഴും തെറ്റാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു അക്ഷരം മാറിക്കഴിഞ്ഞാൽ തെറ്റും. 6x - 4y - 3 = 0 എന്നുള്ളതാണ് നമ്മുടെ സർക്കിൾ. ഓക്കെ, ഈ സർക്കിളിൻ്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്യുക. EQ1, ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടെത്താനാണ്. അതുകൊണ്ട് ഇൻപുട്ട് ബോക്സിൽ വീണ്ടും വരിക, സെൻറ്റർ എന്ന് അടിച്ചു കൊടുക്കുക. സെൻറ്റർ കോണിക് എന്ന് പറഞ്ഞാൽ ഷേപ്പ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സെൻറ്റർ കോണിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കോണിക്കിൻ്റെ പേര് മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ എന്താണോ വന്നത്, EQ1 ആണെങ്കിൽ EQ1 അതുപോലെ തന്നെ കൊടുക്കുക. EQ1 എന്നുള്ളത് കൊടുത്തു. അപ്പോൾ നമ്മുടെ സെൻറ്റർ കിട്ടിയിട്ടുണ്ട് -3,2 എന്നാണ്. ഇതുപോലെ തന്നെ റേഡിയസ് എന്ന് അടിച്ചു കൊടുക്കുക. റേഡിയസ് കോണിക് എന്ന് കിട്ടിയിട്ടുണ്ട്. കോണിക്കിൻ്റെ പേരെന്താണ്? EQ1 എന്നുള്ളത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. യെസ്, -3,2 റേഡിയസ് 4 എന്നുള്ളത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി കൊടുക്കുക. വളരെ സിമ്പിളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് A = 3,2, B = -1,3. Center lies on the line x + y + 1 = 0. Also the rate the center and radius എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓരോന്നും 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ കുറച്ച് പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 3,2 -1,3. അപ്പോൾ അത് നേരെ നമുക്കിവിടെ കൊടുത്തിട്ട് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്ന A എന്ന് പറയുന്ന പോയിൻറ്റ് 3,1 എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇതൊരു ന്യൂ വിൻഡോയിൽ ചെയ്യുകയാണ്. ഓക്കെ, ന്യൂ വിൻഡോയിൽ ചെയ്യാണ്. ന്യൂ വിൻഡോ അതാണ് ഒന്നുകൂടെ ബെറ്റർ. ഓക്കെ, ന്യൂ വിൻഡോയിൽ ചെയ്യാം. നിങ്ങളവിടെ മിനിമൈസ് ചെയ്ത് എക്സാമിനറിനെ കാണിക്കണം കേട്ടോ. യെസ്, A = 3,2 എന്ന് പ്ലോട്ട് ചെയ്തു. ബിയും നമുക്ക് പ്ലോട്ട് ചെയ്യാനുണ്ട്. -1,3 എന്നുള്ളതാണ് നമ്മുടെ പോയിൻറ്റ്സ്. ഓക്കെ, യെസ്, ചെക്ക് ഔട്ട് ചെയ്യാം. 3,2 - 1. ഇനി നമുക്ക് ലൈൻ തന്നിട്ടുണ്ട് x + y + 1 = 0 എന്നുള്ളത് നമ്മൾ എന്താക്കണം? ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ മറ്റേ ബാർ മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രം മതി നമുക്കിനി. എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത്? ഒരു ലൈനാണ് x + y + 1. ഓക്കെ, മാറിയിട്ടുണ്ട്. y + 1 = 0 എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു ലൈനും 2 പോയിൻറ്റും തന്നിട്ട് സർക്കിൾ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ആ 2 പോയിൻ്റ് അടയാളപ്പെടുത്തി ആ ലൈനും നമ്മൾ കൊടുത്തു. ഇനി നിങ്ങൾ ആ ലൈൻ എന്താക്കണം? ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ നമ്മൾ ലൈൻ എന്ന് പറയുന്ന ടൂൾ ബോക്സിൽ നമ്മൾ സെഗ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് മൗസിൻ്റെ കേഴ്സേഴ്സ് കൊണ്ടുപോയി നോക്കുക. ലൈൻ എന്ന് കിട്ടി, അതിൽ സെഗ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, സെഗ്മെൻറ്റ് കൊടുത്തിട്ട് എയും ബിയും എന്താക്കുക? ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലാണ് പോയിൻ്റ് കിട്ടുക. ഓക്കെ, ഒരു ലൈൻ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം, ഒരു പോയിൻറ്റും ഒരു ലൈനും തന്നു കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടും. അത് വെച്ചിട്ട് സർക്കിളൊക്കെ വരക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ഓപ്ഷൻ, പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്ന ടൂൾ ബോക്സിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൈന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചു. ഇനി ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോടാ. ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇതായിരിക്കുമല്ലോ ഈ ഒരു ഇതിൻ്റെ സെൻറ്റർ. നമുക്ക് മുമ്പേ പരിചയമുള്ള കാര്യമാണ്. 2 ലൈനും അതിനൊരു കോഡും അതിന് ബൈസെക്ടർ വരച്ചു. പിന്നെ ഒരു ലൈനും ഉണ്ടെങ്കിൽ ആ കോഡിന് വന്ന ബൈസെക്ടറും ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്
നിങ്ങളെന്താക്കുക, പോയിന്റിൽ പോയിട്ട് ഇൻ്റർസെക്റ്റിൽ നിൽക്കിയിട്ട് ഈ ഒരു ബൈസെക്ടറില്ലേ അതും അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത ലൈനും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടും. ഇവിടെ 3 പോയിന്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് സർക്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇത് എലിപ്സാണ്, സർക്കിൾ. അപ്പോൾ നമുക്ക് സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു സി എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മുടെ സെൻറ്റർ. അവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് മൗസ് വെറുതെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എയും ബിയും ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്താക്കുക, നമുക്ക് ഇതിന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. ഇപ്പം നമുക്ക് ഈ ഒരു സംഭവം നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്തു. സർക്കിൾ ഡ്രോ ചെയ്താൽ മതിയോ? അതുമാത്രം പോരാ, സെൻറ്ററും റേഡിയസും എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സർക്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി സെൻറ്റർ റേഡിയസും ചെയ്യണം. വളരെ സിമ്പിളാണ്. സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക, കോണിക് കൊടുക്കുക. കോണിക്കിൻ്റെ പേര് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് കോണിക്കിൻ്റെ പേര്. സി എന്നതാണ് കോണിക്കിൻ്റെ പേര്. സെൻറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.1, -1.1 എന്നുള്ളതാണ് നമ്മുടെ സെൻറ്റർ കിട്ടിയിട്ടുള്ളത്. റേഡിയസ് എന്ന് ഇതേപോലെ അടിച്ചാൽ മതി. കോണിക്ക് സി എന്ന് കൊടുക്കുക. ഓക്കെ, 4.28 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഗ്രാഫ് ഡ്രോൺ ചെയ്തു, സെൻറ്റർ കിട്ടി, റേഡിയസ് 2.2 എന്ന് എഴുതിയാൽ 2.8 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ 4 ആണ്. അത് നമ്മൾ ഇവിടെ ഡ്രാഗ് ചെയ്ത് എയും ബിയും പോയിൻ്റ് എത്തിക്കുന്നതിനനുസരിച്ച് ചെറിയ മാറ്റം ഉണ്ടാവും. കുഴപ്പമില്ല, 4.2 തന്നെയാണ് നമുക്കും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തു. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. കൺസ്ട്രക്ട് എ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിന്റ് -2,4 ആൻഡ് 2,1 എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ന്യൂ വിൻഡോ എടുക്കുകയാണ്. ഇത് ക്ലോസ് ചെയ്തിട്ട് എന്താക്കുകയാണ്, ന്യൂ വിൻഡോ എടുക്കണം. ഓക്കെ, ന്യൂ വിൻഡോ എടുത്തിട്ടുണ്ട്, ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യെസ്. ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം ആദ്യം. ഏതാണ്? -2,4 എന്ന് പറയുന്ന പോയിന്റ് ആദ്യം പ്ലോട്ട് ചെയ്തു. യെസ്, വെയിറ്റ് ചെയ്യാം. ഇൻപുട്ട് ബോക്സിൽ -2,4. ഓക്കെ, 2,4 അല്ല, -2,4 എന്ന്. യെസ്, വെയിറ്റ് ചെയ്യണം. -2,4 എന്ന് ടൈപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? 2,1. ഇത് രണ്ടും കൊടുത്തു. ഇനി നമുക്ക് പ്രത്യേകിച്ച് ലൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ലൈൻ ഇല്ലെങ്കിലും നമുക്ക് എന്താക്കാം, സർക്കിൾ വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് വെച്ചാൽ നമ്മൾ ആദ്യം 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് സെഗ്മെൻറ്റ് കൊടുത്ത് രണ്ടും ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്താക്കാം, ഒരു ബൈസെക്ടർ ഇതിന് വരയ്ക്കാം. ഓക്കെ, ഈ ഒരു സാധനത്തിന് ഒരു ബൈസെക്ടർ വരച്ചു. അപ്പോൾ ബൈസെക്ടർ വരച്ചാൽ ഈ എ ബി എന്ന് പറയുന്ന ഒരു കോഡായി ആക്ട് ചെയ്താൽ ഈ ബൈസെക്ടറിലുള്ള ഏത് പോയിൻറ്റും, ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് ആയിക്കോട്ടെ, അത് ഏതും നമുക്ക് സെൻറ്ററായിട്ട് സർക്കിൾ വരയ്ക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് എന്താക്കാം, സർക്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ സർക്കിൾ എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുക. നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് എയും ബിയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഏത് ഒരു സർക്കിൾ എന്താണ് ഇതിലൂടെ വരുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം കേട്ടോ, ഇങ്ങനെ വരക്കാം. ഇനി നിങ്ങൾക്ക് വേറെ രീതിയിൽ വരക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത് ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്, വേറെ രീതിയിൽ കാണിച്ചു തരാം. യെസ്, ഇവിടെ നിന്നാണ് വരക്കുന്നത് വിചാരിക്കുക. ഓക്കെ, എയും ബിയും ടച്ച് ചെയ്ത് വരക്കുന്ന ഏതും എന്താണ് ഇത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ടീച്ചർ വൈവേ ആയിട്ടൊക്കെ ചോദിക്കാം, ഇതിലൂടെ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. അപ്പം അല്ല, ഈ ഒരു ബൈസെക്ടറിൻ്റെ ഏത് പോയിൻ്റ് എടുത്ത് വരച്ചാലും അതിൻ്റെ സെൻറ്ററും എയും ബിയും ആയിട്ട് കണക്ട് ചെയ്യുന്നത് തന്നെയാണ് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ അത് 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. 2025 മാത്രം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, 24 ചോദിക്കാത്ത ക്വസ്റ്റ്യനാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. യൂസിങ് ഇൻപുട്ട് കമാൻഡ് പരാബോള, ഒരു പോയിൻ്റ് അതുപോലെ ഒരു x=4 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ പരാബോള വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീണ്ടും പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ ഓരോന്നും എക്സാമിനർ ഇൻവിജിലേറ്റർ കാണിച്ചതിന് ശേഷം മാത്രം ഡോൺ സേവോ അല്ലെങ്കിൽ മിനിമൈസോ എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. അവർ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ പരാബോളയാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. പരാബോള എന്ന് കൊടുക്കുക. ഒരു പോയിൻറ്റും ഒരു ലൈനുമാണ് നമുക്ക് തന്നിട്ടുള്ളത്, അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് ഏതാണ്? 4,0 അല്ലേ? യെസ്,
4,0 എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ ലൈന്. അപ്പോൾ ഞാനത് ഇതുപോലെ ബ്രാക്കറ്റ് മാറാതെ കൊടുക്കണം, തിരിച്ച് ബ്രാക്കറ്റ് ഇടണം. ലൈൻ എത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ലൈന് എന്ന് പറഞ്ഞാൽ x=4 എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. x=-4. ഓക്കെ, x=-4 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പരാബോള കിട്ടും. ഈ പരാബോള നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എന്തൊക്കെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്? ഫോക്കസ്, ഡയറക്ട്രിക്സ്, അതുപോലെ ഇക്വേഷൻ ഓഫ് പരാബോളയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് പരാബോള നമുക്ക് ഓൾറെഡി കിട്ടി. നമുക്ക് എന്ത് എഴുതാം? ഫോക്കസ് എന്നിവിടെ സെർച്ച് ചെയ്യാം. ഓക്കെ, ഫോക്കസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇൻപുട്ട് ബോക്സിൽ. കോണിക്കിൻ്റെ പേര് C ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുത്തു. ഇതാണ് നമ്മുടെ ഫോക്കസ്. ഇനി ഡയറക്ട്രിക്സ് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും, കോണിക് ഡയറക്ട്രിക്സ് C. ഓക്കെ, കോണിക്കിൻ്റെ ഡയറക്ട്രിക്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാനിവിടെ ആൻസർ കാണിക്കാം. ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതി, ഫോക്കസ്, ഡയറക്ട്രിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. യെസ്, ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ അല്ലേ. സ്യൂട്ടബിൾ കമാൻഡ് വെച്ചിട്ട് x² = 12y എന്നുള്ളതിൻ്റെ പരാബോള വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കണം, നമുക്ക് തന്നിരിക്കുന്ന പരാബോള എന്ന് പറഞ്ഞാൽ x² = 2y എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കമാൻഡ് കൊടുക്കാം എന്നുള്ളത് നോക്കാം. x² = 12y, 2y ഇല്ല, 12y എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇതറിയാം, ജനറൽ ഇക്വേഷൻ എന്നറിയാം, x = 4ay എന്നുള്ളതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. നമുക്ക് 4a = y എന്നുള്ള രീതി കൊടുത്താൽ നമുക്കിതിൻ്റെ എൻ്റെ വാല്യൂ എത്ര വരും? a = 3 ആണ്. ഓക്കെ, 3 × 4 അല്ലേ 12. അപ്പോൾ a = 3 ആണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ 0, ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ 0,a ആണ്, അഥവാ 0,3 ആണ് നമ്മുടെ ഇവിടുത്തെ ഫോക്കസ്. പിന്നെ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു പരാബോൾ വെച്ചിട്ട് എന്തായിരിക്കും? -a ആയിരിക്കും, -a. അപ്പോൾ നമ്മുടെ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ -3 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിതിൻ്റെ എന്ത് കൊടുക്കേണ്ടി വരിക? ഇൻപുട്ട് കൊടുക്കേണ്ടി വരിക. ഓക്കെ, ഇതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? പരാബോള പോയിൻ്റ് ലൈൻ എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കാം. ഓക്കെ, യെസ്, ഒരു മിനിറ്റ്. പരാബോള പോയിൻ്റ് ലൈൻ. ഓക്കെ, പോയിൻ്റ് എത്രയാണ് നമുക്ക് കൊടുക്കാം? 0,3 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, 0,3 നമ്മൾ ലൈനെ നമുക്ക് എന്ത് കൊടുക്കാം? y = ഇവിടെ കോമ ഇടണം കേട്ടോ, പോയിൻ്റ് കഴിഞ്ഞിട്ട് കോമ ഇടണം. y = -3 എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് പരാബോള കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്യൂട്ടബിൾ കമാൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ലാബിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ലാബ് 10 അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ലാബുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.